സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? എക്കോ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല. എന്താ എക്കോന്റെ പ്രശ്നം? ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ എക്കോ? ഓക്കെ, ഞാനൊന്ന് മാറ്റട്ടെ. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇപ്പഴാ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ ഓക്കെ ആണല്ലോ. സൗണ്ട് ബുദ്ധിമുട്ട്? ഓക്കെ, ഇത് മതി. സൗണ്ട് കേൾക്കൂല, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. ഇതില് കൈ പൊക്കണ്ട, കാരണം കൈ പൊക്കിയാൽ ഞാൻ കാണില്ല. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ആണ് ചെയ്യുന്നത്, അപ്പൊ കൈ പൊക്കിയാൽ കാണില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാ, വോയിസ് ഓൺ ആക്കിയിട്ട് പറയാ കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഓക്കെ. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ലേ? അതിനുള്ളതൊരു പ്രോബ്ലം ആണ്. The graph G is shown below. Is an identity graph എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈസ് ആൻ ഐഡന്റിറ്റി ഗ്രാഫ്. ഈ തന്നിട്ടുള്ള ഗ്രാഫ് ഒരു ഐഡന്റിറ്റി ഗ്രാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിറ്റി ഗ്രാഫ് പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ഏതൊരു ഓട്ടോമോർഫ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ഗ്രാഫ്, അതായത് ഗ്രാഫ് ജി ഷോൺ ബിലോ ഈസ് ആൻ ഐഡന്റിറ്റി, അത് ഐഡന്റിറ്റി ഗ്രാഫ് ആണ് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാം. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഐഡന്റിറ്റി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓട്ടോമോർഫിസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് എന്തായിരിക്കും, ഐഡന്റിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓട്ടോമോർഫിസത്തിനെ സംബന്ധിച്ച്? പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഓൺ ആക്കിയിട്ട് പറയാം. പിന്നെ ഇവിടെ എന്തില്ല, അത് നമ്മൾ സാധാ ക്ലാസ് പോലെ തന്നെ ആണ് എന്ന് സങ്കല്പിക്കുക, എന്നിട്ട് സംസാരിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇന്ററാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, ഒറ്റൊന്നിന്റെ സൗണ്ട് ഇല്ലല്ലോ. ലക്ഷ്മി ഞാൻ പറഞ്ഞു ഓക്കെ ഉണ്ട്. അല്ല, ആരും ഇല്ലായിട്ട് ചോദിച്ചാ. എല്ലാവരും എനിക്ക് തോന്നുന്നത് എന്താന്നുള്ളത് നോക്കിക്കാണോ? ആരെങ്കിലും ക്ലിയർ ആവായി ഉണ്ടോ സ്ക്രീൻ ഷെയറിങ്? ക്ലിയർ ആണ്. ഓക്കെ, സംസാരവും ക്ലിയർ അല്ലേ? നേരത്തെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു വോയിസ്, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ, അപ്പൊ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രാഫിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ ഗ്രാഫ് എന്താണ്, നമുക്ക് ഐഡന്റിറ്റി ഗ്രാഫ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഐഡന്റിറ്റി ഗ്രാഫിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോമോർഫിസം ഏതൊരു ഓട്ടോമോർഫിസ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഓട്ടോമോർഫിസ് എന്തായിരിക്കും, ഐഡന്റിറ്റി ആണ് എന്ന് പറയണം. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതായത് ഐ ഓഫ് വി എന്തായിരിക്കും, വി തന്നെയാണ് എന്നുള്ളത്. അതായത് ഇവിടെ യു ആണ് തന്നിട്ടുള്ളത്. അപ്പൊ u1 ഈക്വൽ ടു u1 എന്നാണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഐഡന്റിറ്റി. അതുപോലെ തന്നെ u5 ഈക്വൽ ടു u5 എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ് പ്രൂഫ്. പിന്നെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കാരണം താഴത്ത് നിങ്ങൾ കാണുന്നുണ്ട് മീറ്റ് ഈ ഷെയറിങ് യുവർ സ്ക്രീൻ. മാത്രമല്ല നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സംഭവം കണ്ടിട്ടുണ്ടാവും. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മുകളിൽ സ്ക്രീനിന്റെ മുകളിൽ ഉണ്ടാവും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചുവന്ന സാധനം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പ്രൂഫ് തുടങ്ങുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓട്ടോമോർഫിസം ഇവിടെ ഉണ്ട് എന്ന് പറയണം. ലെറ്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലെറ്റ് ആരോ ഒന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് എന്താണ്, ഒരു ഓട്ടോമോർഫിസം ഉണ്ട് എന്ന് പറയണം. അപ്പൊ ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് ലെറ്റ് ഫൈ ബി എ ഓട്ടോമോർഫിസം. ഓക്കെ, ഒരു ഓട്ടോമോർഫിസം ആണ് എന്ന് പറയണം. ബി ആൻ ഓട്ടോമോർഫിസം. എന്തിലുള്ള ഓട്ടോമോർഫിസം ആണ്, ജിയിലല്ലേ, ജിയിലുള്ളതായതുകൊണ്ട് ഓഫ് ജി. ഓക്കെ, ഓട്ടോമോർഫിസം ഓഫ് ജി ആണ് എന്നത്. ഇനി നമുക്ക് എന്താണ്, അങ്ങനെയാണെങ്കിൽ ഓട്ടോമോർഫിസം ആണെങ്കിൽ ഫൈ എന്ത് ചെയ്യും, പ്രിസർവ് ദി ഡിഗ്രി അല്ലേ, ഫൈ പ്രിസർവ് ദി ഡിഗ്രി അല്ലെ, നമ്മൾ അത് പഠിച്ചതാണ്, പ്രിസർവ് ദി ഡിഗ്രി ഓഫ് ജി. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, പ്രിസർവ് ദി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഡിഗ്രി ഓഫ് വി ഈക്വൽ ടു എന്തായിരിക്കും, ഡിഗ്രി ഓഫ് ഫൈ ഓഫ് വി അല്ലെ. ഒരു വെർട്ടിസസിന്റെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓട്ടോമോർഫിസം മാപ്പിന്റെ ഡിഗ്രി എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ സംബന്ധിച്ച് ഇതിൽ സെയിം തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന്, ഈ ഗ്രാഫിൽ നിന്നാണ് ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഗ്രാഫ്. അപ്പൊ ഇതിൽ ഞാൻ ചോദിക്കാണ്, ഇതിൽ എത്രയൊക്കെ ഡിഗ്രി ഉണ്ട്, u2ന്റെ ഡിഗ്രി എത്രയാണ്, u2ന്റെ ഡിഗ്രി ഒരാളും ഇല്ലേ. u2ന്റെ ഡിഗ്രി 1 ആണ്. u3ന്റെ ഡിഗ്രി എത്രയാണ്, 2 ആണ് അല്ലെ. 2 എഡ്ജുകൾ വരുന്നുണ്ട്, അപ്പൊ ഇതിന് 2 ആണ്. പിന്നെ u1ന്റെ ഡിഗ്രി 1 ആണ്. പിന്നെ വേറെ u4ന്റെ ഡിഗ്രി എന്താണ്, 1 ആണ്. സോറി, എത്രയാണ്, 3 ആണ്. ഐ എം സോറി, 3 ആണ്. u5ന്റെ 2, u6 2, u7 1. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ u4ന്റെ ഡിഗ്രി എത്രയാണ്, 3 ആണ്. അപ്പൊ ഞാൻ u4 മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ,
ഹിയർ അല്ലേ, ഹിയർ ഡിഗ്രി ഓഫ് അല്ലെ ഡിഗ്രി ഓഫ് u4 ഈക്വൽ ടു എന്താണ് 3 ഓൺ അല്ലേ. അങ്ങനെയാണ് എങ്കിൽ then phi of degree of phi of u4 എന്തായിരിക്കണം 3 ആയിരിക്കണം അല്ലേ. പക്ഷേ ഇവിടെ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, പക്ഷെ എന്താ ഉള്ളൂ, u4 മാത്രമേ എന്തുള്ളൂ, ഡിഗ്രി 4 ആയിട്ടുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ഓട്ടോമോർഫിസ് എടുത്തിട്ടുണ്ട് എങ്കിൽ u4ന്റെ കേസിൽ എന്താണ്, നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ, u4 ബട്ട് u4 ഈസ് ദി ഓൺലി അല്ലേ, ഒറ്റ അതായത് 3 ഡിഗ്രി ഉള്ള ഒരു കുഞ്ഞാപ്പ് മാത്രമേ ഉള്ളൂ, അത് ആരാണ്, u4 മാത്രമാണുള്ളത് അല്ലേ. ഓൺലി വൺ വെർട്ടെക്സ് അല്ലേ, ഓൺലി വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 3 ആണോ. അപ്പൊ u4 തന്നെയാണ് മാപ്പ് ചെയ്യാന്ന് മനസ്സിലായി, ഓൺലി വെർട്ടെക്സ് വിത്ത് ഡിഗ്രി 3. അങ്ങനെയാകുമ്പോ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, അങ്ങനെ therefore phi of u4 എന്ന് പറയുന്നത് ആര് തന്നെയാണ്, u4 തന്നെയാണ് എന്ന് കിട്ടി. ഓക്കെ, ചന്ദന ഇതിൽ വന്നിട്ടുണ്ടോ, ബാസിമുണ്ടോ? ഒരാളും മിണ്ടുന്നില്ലല്ലോ, വല്ലാത്തൊരു കഥ തന്നെ കേട്ടോ. ഇല്ലല്ലേ, ഓക്കെ 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 ഓക്കെ, ആ പ്രശ്നമില്ല. അപ്പം u4 ആണ് ഈ phi of u4 മാപ്പ് ചെയ്യ u4 തന്നെയാണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ബാക്കി ഓരോന്നും എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത്, ഇപ്പൊ ഇതിൽ നോക്കുക, u4 ആണ് ഞാൻ എടുത്തത്, u4ന്റെ അഡ്ജസന്റ് ആണ് ആര്, u1 അല്ലെ. അങ്ങനെയാണ് എങ്കിൽ എന്താണ്, u1 ഞാൻ എടുക്കുകയാണ്, ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. u1 ചെക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, അപ്പൊ ഞാന് അടുത്തത് ഞാൻ u1 ഇവിടെ എത്ര വെർട്ടിസസുകൾ 1 ഉള്ളുണ്ട്, u1 1 ആണ്, ഡിഗ്രി 1 ആണ്, u2 ഡിഗ്രി 1 ആണ്, u7 ഡിഗ്രി 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി u1 u2 u3 പറ്റി, അല്ലെങ്കിൽ u1 u2 u7 പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, u1 u2 ഇതിന്റെയൊക്കെ ഡിഗ്രി ആൻഡ് u4 അല്ലെ, ഇല്ല u7 എന്ന് പറയുന്ന ഇതൊക്കെ എന്താണ്, ആർ വെർട്ടിസസ് അല്ലെ, ഇതെന്താണ് വെർട്ടിസസ് ഡിഗ്രി, വെർട്ടിസസ് ഓഫ് ഡിഗ്രി 1 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെയാണ് എങ്കിൽ ഗാമ ഓഫ് phi ഓഫ്, അതായത് phi ഓഫ് u1 എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും, u1 എന്ന് പറയുന്നത് വിച്ച് ബിലോങ്സ് ടു ഒന്നെങ്കിൽ u1 തന്നെ ആവാം, അല്ലെങ്കിൽ u2 ആവാം, അല്ലെങ്കിൽ u3 ആവാം, u7 ആവാം. ഈ 3 എണ്ണത്തിൽ, കാരണം എന്തുകൊണ്ട്, സെയിം ഡിഗ്രി തന്നെ ആവണം. u1ന്റെ ഡിഗ്രി എന്താണോ അത് തന്നെയായിരിക്കും phi ഓഫ് u1ന്റെ ഡിഗ്രി. അപ്പം 1 ഡിഗ്രി ഉള്ള ഈ കുഞ്ഞാപ്പുകൾ എത്ര എണ്ണാണുള്ളത്, 3 എണ്ണാണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, phi ഓഫ് u1 ഒന്നെങ്കിൽ u1 ആവാം, അല്ലെങ്കിൽ u2 ആവാം, u7 ആവാം. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. ബട്ട് എന്താണ് പ്രശ്നം, u1 എന്തിന്റെ അഡ്ജസന്റ് ആണ് നോക്കുക, u1 എന്തിന്റെ അഡ്ജസന്റ്, u1 എന്തിന്റെ അഡ്ജസന്റ് ആണ് നോക്കുക. ഞാൻ ഇത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇവിടെ u1 എന്തിന്റെ അഡ്ജസന്റ് ആണ്,
U4. U4ന്റെ അഡ്ജസന്റ് ആണ് അല്ലെ, U4ന്റെ അഡ്ജസന്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ അല്ലെ, ബട്ട് U1 ഈസ് അഡ്ജസന്റ് ടു U4, then അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കണം? phi of U1 അല്ലെ ഈസ് അഡ്ജസന്റ് ടു എന്തായിരിക്കും? phi of U4. phi of U4 എന്താണ്? U4 തന്നെയാണ് അല്ലെ. അപ്പം phi of U1 അഡ്ജസന്റ് ആയിരിക്കണം U4. phi of U4 അഡ്ജസന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U4 അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഇതിൽ ആരെന്നെ ഉള്ളൂ? U1 തന്നെ ഉള്ളൂ. ഓക്കെ, U2ഉം U7ഉം എന്തല്ല അഡ്ജസന്റ് ആണോ? അല്ല. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടി, എന്താണ് കിട്ടിയത്? therefore U1 അല്ലെങ്കിൽ phi of U1 ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും? നമുക്ക് U1 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ phi of U1 അഡ്ജസന്റ് ആണ് എന്ന് കിട്ടും. അപ്പം ഇതിന്ന് എന്ത് നമുക്ക് കിട്ടി? കറസ്പോണ്ടിങ് ആയിട്ട് U4 അഡ്ജസന്റ് ആണ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? U5 ഉണ്ട്, U3 ഉണ്ട്. ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എക്സ്ക്യൂസ് മീ ഒരു സെക്കൻഡ്, കോളേജിൽ നിന്ന് ഒരു ഇത് വിളിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോ, ഒന്ന് ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ phi of U1 ഓക്കെ ആണല്ലോ അല്ലെ. അപ്പൊ phi of U4 അടുത്തിട്ട് വരുന്നത്. അപ്പൊ phi of U4 ഈക്വൽ ടു എന്താണ്? U4 തന്നെയാണ്. therefore നമുക്ക് എന്ത് കിട്ടി? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഇനി ബാക്കിയുള്ള രണ്ട് കുഞ്ഞാപ്പുകൾ ഉണ്ട്. ഈ U5നെ പറ്റി പറയാനുണ്ട്, U3നെ പറ്റി പറയാനുണ്ട്, U6നെ പറ്റി പറയാനുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി എടുക്കേണ്ടത് അല്ലെ, കൺസിഡർ the vertex ഏതൊക്കെ വെർട്ടെക്സ് നമ്മൾ എടുക്കുന്നത്? U3, U5 and U6 are the vertex അല്ലെ, are the vertex of ഡിഗ്രി എത്രയാണ്? ഇതിന്റെ ഡിഗ്രികൾ വരിക are the degree 2 അല്ലെ, 2 ആണ് അതിന്റെ ഡിഗ്രി വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? U3നെ എടുത്തിട്ടുണ്ട് എങ്കിൽ, സോ phi of U3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ബിലോങ്സ് ടു ഏതിലാണ് ഉണ്ടാവുക? ഒന്നെങ്കിൽ U3 തന്നെ ആവാം, അല്ലെങ്കിൽ U5 ആവാം, അല്ലെങ്കിൽ U6 ആവാം അല്ലേ. അപ്പോ ഇവിടെ വേറൊരു കാര്യമുണ്ട്. പക്ഷെ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ U3 എന്ന് പറയുന്ന അഡ്ജസന്റ് ടു U4 ആണ്. അങ്ങനെയാണെങ്കിൽ phi of U3 എന്ന് പറയുന്നത് അഡ്ജസന്റ് ടു phi of U4 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിൻസ് അല്ലേ U3 ഈസ് adjacent to U4, then phi of U3 അല്ലേ, phi of U3 എന്തായിരിക്കണം?
ഓ, അടുത്തൊരു പേജ് എന്തായിരിക്കണം? then phi of u3 is adjacent to എന്തായിരിക്കണം? എന്തിന് adjacent ആയിരിക്കും? u phi of u4. phi of u4 adjacent ആയിരിക്കും. എന്താണ് പറയൂ? ഹലോ, ആരോ ഒന്ന് എന്തോന്ന് പറഞ്ഞിരുന്നു. phi of u4 ആയിരിക്കും പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നത് ഏതോ ലോകത്താണ്. മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? ലക്ഷ്മി മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ. ബാക്കിയുള്ള കുഞ്ഞാപ്പുകളൊക്കെ ഞാൻ മാത്രം മിണ്ടിയപ്പോ ഞാൻ കുറച്ചേരം ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ എടുത്തിരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്താണ് എന്താണോ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ശ്രീനായിരുന്നു. ഇല്ലേ, ആരും ഒന്നും പറയുന്നില്ലേ. എന്തായിരുന്നു? ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇതിൽ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പം phi of u4 അഡ്ജസന്റ് ആയിട്ടുള്ള u2ഉം u3 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരാ ഉള്ളത്? u5 ആണുള്ളത്. u6 അതിൽ പെടൂല. അങ്ങനെയാണെങ്കിൽ then phi of u3 is must be എന്തായിരിക്കണം? u3 belongs to ഒന്നെങ്കിൽ ആരായിരിക്കും? 5 അല്ലെങ്കിൽ u3 ഈക്വൽ ടു u3 or അല്ലെങ്കിൽ എന്തായിരിക്കും? u5. ഏതെങ്കിലും ഒരാളെ വരുള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. u3 adjacent ആണ്, 4 adjacent ആണ് കിട്ടി. അതുപോലെ തന്നെ u3 adjacent to u2 അഡ്ജസന്റ് ആണ് അല്ലെ? u2 അഡ്ജസന്റ്. u2 ഏതെന്താണ്? u2 ഡിഗ്രി 1 അല്ലേ? അതാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോഴോ? ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇങ്ങനെ സ്റ്റക്കായി എന്ന് കേട്ടിരുന്നു. എന്നാ അത് പറയണം കേട്ടോ, സ്റ്റക്ക് ആകുമ്പോ. ഓക്കെ. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അപ്പൊ പറയണം കേട്ടോ. പറയാം. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മള് u3 ഇവിടെ എന്താണ്? u3 അഡ്ജസന്റ് ടു u2 ആണ് വിത്ത് ഡിഗ്രി 1. അങ്ങനെയാകുമ്പം ഡിഗ്രി 1 ആയതുകൊണ്ട് തന്നെ എന്താണ്? അപ്പൊ നമ്മളുടെ നിർബന്ധമായിട്ടും ഇവിടെ എന്തായിരിക്കണം? phi of u3 എന്തായിരിക്കണം? അഡ്ജസന്റ് ടു phi of u2 ആയിരിക്കണം. ഓക്കെ. phi of u2 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് അഡ്ജസന്റ് ടു 1, അഡ്ജസന്റ് ടു ഡിഗ്രി 1 ഉള്ള ഒരു വെർട്ടെക്സും ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ phi of u3 വരേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുക എന്താണ് വരിക? ഇവിടെ u5 അഡ്ജസന്റ് ആയിട്ടുള്ളത് 2 ആയിട്ടുള്ളതാണ്. അപ്പൊ എന്ത് കിട്ടും? then നമുക്ക് എന്ത് കിട്ടും?
കറസ്പോണ്ടിങ് ആയിട്ട് ദെൻ യു ഫൈവ് ഓഫ് യു ത്രീ ഒരിക്കലും ഉണ്ടാവില്ല, നോട്ട് ഈക്വൽ ടു യു ഫൈവ് അല്ലേ, യു ഫൈവ് ആവില്ല. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൈവ് ഓഫ് യു ത്രീ ഈക്വൽ ടു യു ത്രീ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫൈവ് ഓഫ് യു ത്രീ ഈക്വൽ ടു യു ത്രീ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം യു ഫൈവ് എന്തല്ല, അഡ്ജസന്റ് അല്ല. എന്തിന്? ഒരു വെർട്ടെക്സ്, ദാറ്റ് വെർട്ടെക്സ് ഹാവ് നോ ഡിഗ്രി 1 അല്ലെ, അതിന് ഡിഗ്രി എന്തില്ല, 1 ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കേസാണ്. ഇനി നമ്മൾ ഫൈവ് ഓഫ് യു ടു എടുക്കും. യു ടു എടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലെ, ഫൈവ് ഓഫ് യു ടു കൺസിഡർ vertex u2, then u2 ന്റെ പ്രത്യേകത എന്താണ്, u2 adjacent to u3 ആണ്. സോ എന്തായിരിക്കണം, ഫൈവ് ഓഫ് u2 ഈസ് adjacent to എന്തായിരിക്കും, ഫൈവ് ഓഫ് യു ത്രീ ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈവ് ഓഫ് യു ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യു ത്രീ തന്നെയാണ്. വിച്ച് ഇംപ്ലൈസ്, സോ ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, ഫൈവ് ഓഫ് യു ടു എന്ന് പറയുന്നത് ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. യു ടുവിന്റെ ഇപ്പുറത്തുള്ള വൺ വെർട്ടിസെക്സ് എന്ന് പറയുന്നത് വിത്ത് ഡിഗ്രി 1 ആയിട്ടുള്ള വെർട്ടെക്സ് എന്ന് പറയുന്നത് ആരെന്നെയാണ്, യു ടു തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ യു വണ്ണിന്റെ കേസ് പറഞ്ഞു, യു ടുവിന്റെ കേസ് പറഞ്ഞു, യു ഫോറിന്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ അത് കഴിഞ്ഞു. ഇനി യു ഫൈവ് യു സിക്സ്. ഓക്കെ, യു ഫൈവിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യാ, യു ഫൈവിന്റെ കേസിൽ സെയിം വേ തന്നെ അല്ലെ, സെയിം വേയിൽ തന്നെ ചെയ്താൽ മതി. എന്താ നമ്മൾ ചെയ്യാ, യു ഫൈവ് എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യു ഫൈവ് എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ യു ഫൈവ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൺസിഡർ യു ഫൈവ്, ദെൻ യു ഫൈവ് വിച്ച് ഈസ്, ഇത് എന്തായിരിക്കും, അഡ്ജസന്റ് ആണ്. ഏതിനാണ് അഡ്ജസന്റ് ആയിട്ടുള്ളത്, അഡ്ജസന്റ് ടു യു ഫോർ അല്ലേ. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കണം, യു ഫോറും അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കണം, ഫൈവ് ഓഫ് യു ഫൈവ് എന്തായിരിക്കും, യു ഫൈവ് ഈസ് അഡ്ജസന്റ് ടു എന്തായിരിക്കും, അഡ്ജസന്റ് ടു യു ഫൈവ് ഓഫ് യു ഫോർ ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈവ് ഓഫ് യു ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഫോർ അല്ലെ. അങ്ങനെയാണ് എങ്കിൽ ഫോർ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, ഫൈവ് ഓഫ് യു ത്രീ ഒരിക്കലും യു ഫൈവ് ആവില്ല നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫൈവ് ഓഫ് യു ഫൈവ് ഈക്വൽ ടു തന്നെയാണ് യു ഫൈവ് തന്നെയാണ്. ഇനി അടുത്ത നമുക്ക് യു സിക്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. യു സിക്സിന്റെ ഡിഗ്രി എന്താണ്, 2 ആണ്. ഓക്കെ, അത് അഡ്ജസന്റ് ടു തന്നെയാണ് യു ഫൈവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിൻസ് u6 is the vertex of degree 2 and adjacent to എന്താണ്, u5 and u7 അല്ലെ, u5 and u7. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, then നമുക്ക് എന്ത് കിട്ടണം, that is phi of u6 എന്തായിരിക്കും, is adjacent to എന്തായിരിക്കും, phi of u5 that is equal to u
5 ആൻഡ് phi ഓഫ് യു 7 ആയിരിക്കും. phi ഓഫ് യു 7 എന്ന് പറയുന്നത് കൊടുക്കണമെന്നില്ല, അഡ്ജസൻറ്റ് ടു u5 മാത്രമാണ്. എന്നാൽ തന്നെ നമുക്ക് u7 നമ്മൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് മുകളിൽ പറയേണ്ടി വരും. ഓക്കെ, u5 അങ്ങനെയാണെങ്കിൽ വിത്ത് എന്തായിരിക്കും? വിത്ത് ഡിഗ്രി അല്ലേ? വിത്ത് ഡിഗ്രി എത്ര ആയിരിക്കണം? വിത്ത് ഡിഗ്രി 2. therefore phi of u6 ഈക്വൽ ടു ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, u5ന് അഡ്ജസന്റ്. u5 എന്ന് പറയുന്നുണ്ടെങ്കിൽ phi of u5 തന്നെയാണ് u5, അതിന് അഡ്ജസന്റ് ആയിട്ടുള്ളത് ആരെന്നെ ഉള്ളൂ? u6 തന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് u6. ആൻഡ് ട്രിവിയലി തന്നെ phi of u7 ഈക്വൽ ടു എന്തായിരിക്കും? u7 ഈക്വൽ ടു u7. and therefore graph G, അല്ലേ? graph G is എന്താണ്? graph G എന്താണ്? ഐഡന്റിറ്റി ഗ്രാഫ്, അല്ലേ? ഐഡന്റിറ്റി ഗ്രാഫ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്? ഇല്ല സാർ. ഇല്ല. ഓക്കെ. പിന്നെ വേറെ 2-3 കാര്യമുള്ളത്, നമ്മളിപ്പം ഈ ചൊവ്വാഴ്ച ആയിരുന്നു എക്സാം വെച്ചത്. ഞാന് ഒന്നെങ്കിലും സാറോട് ഒന്നുകൂടി ചോദിക്കും, ഞാൻ ഒന്നുകൂടി ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഞാൻ ഒന്നും കൂടി സാർ ചോദിക്കും ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഒന്നെങ്കിൽ എന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ, ഒരു നോമ്പ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് എടുക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കാം, അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്തത് ഇനി ഓപ്പറേഷൻ ഓൺ ഗ്രാഫ് ആണ്. അടുത്ത സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഓൺ ഗ്രാഫ്. അപ്പം ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ഓഫ് 2 ഗ്രാഫ്സ്. യൂണിയൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള യൂണിയൻ, വെർട്ടിസസിന്റെയും എഡ്ജസിന്റെയും യൂണിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിയൻ ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രാഫിനെ നമ്മൾ യൂണിയൻ ഓഫ് ഗ്രാഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറെ 2, അതായത് 2 ഗ്രാഫുകളുടെ വെർട്ടിക്സുകളുടെ യൂണിയനും 2 ഗ്രാഫുകളുടെ എഡ്ജുകളുടെ യൂണിയനും കൂടി ചേർന്നതാണ് നമ്മുടെ യൂണിയൻ ഓഫ് ഗ്രാഫ്, അല്ലെങ്കിൽ G1 യൂണിയൻ G2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഇപ്പൊ ഞാനൊരു ഗ്രാഫ് വരച്ചു. V1 V2 V3. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. പിന്നെ ഞാൻ അടുത്തൊരു ഗ്രാഫ് വരച്ചു, ഇത് G1 ആണ്. ഓക്കെ, അടുത്തൊരു ഗ്രാഫ് വരച്ചു, V3 V4 V5. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഇത് G2 ആണെന്നും എടുത്തു, G2. അങ്ങനെയാണെങ്കിൽ G1 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, അല്ലേ? ഓക്കെ, G1 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്
ഈ വെർട്ടെക്സുകൾ ഇവിടെ ഉണ്ട്, അതായത് V1 അല്ലേ, നമ്മളുടെ അടുത്തുള്ളത് V1 V2 ഉണ്ട് അല്ലേ. ഓക്കെ, V1 V2 ഉണ്ട്. ഇനിയുള്ളത് എന്താണ്? V3 V4 ഉണ്ട് അല്ലേ, V3 V4 ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കുഞ്ഞാപ്പുകളും കൂടി ചേർന്നിട്ട് V3 കോമൺ ആയിട്ട് ഒരാളുണ്ട്, V3 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ V3 എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടും അല്ലേ. V3 അതിൽ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് അല്ലേ, രണ്ടിലൂടെ ഉൾപ്പെടും. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, V3 ഈ V3യിലേക്കുള്ള ഗ്രാഫ് റെപ്രസെന്റേഷൻ കൂടി നമ്മൾ വരച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ. ഓക്കെ, V3 V4 ഇതാണ് V4. അപ്പൊ G1 G2ന്റെ ഈ കൺസെപ്റ്റ് ഇതാ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, G1 യൂണിയൻ G2 എന്ന് പറയും, V3. ഓക്കെ, V1 V2 V3. അതുപോലെ തന്നെ V3യിൽ നിന്നും G2ല് രണ്ട് ഗ്രാഫ് ഉണ്ട്, അതുകൊണ്ട് G2ന്റെ ആ ഗ്രാഫ് കൂടി ഇതിലൊക്കെ, അതായത് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു, ആ എഡ്ജ് കൂടിയും കൂട്ടുക. ഇനി ഇവിടെ ഇതിന് ഞാൻ E1 E2 E3 എന്ന് പറഞ്ഞത് കൊണ്ടാണ് E4 E5 അങ്ങനെ കൊടുത്തു. അത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എഡ്ജ് കൂടി റിപ്പീറ്റ് ചെയ്യാനത്. ചില എഡ്ജ് അങ്ങനെ തന്നെ ഉണ്ടാവും, ചിലത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ വരയ്ക്കുകയാണ്, വേറൊന്ന് വരയ്ക്കുക. അപ്പം ഇതൊരു എക്സാമ്പിൾ ആണ്. അല്ല, അടുത്തൊരു എക്സാമ്പിൾ ഇപ്പൊ ഏതാ വരയ്ക്കുക, ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ വരയ്ക്കാം. ഇത് V1 V2 അല്ലേ. ഓക്കെ, V1 V2 V3 ഇവിടെ ഒന്നും ഇവിടെ ഒന്നും ഇങ്ങോട്ട്, എന്നിട്ട് ഇത് V3 ഇവിടെ നിന്ന് ഒരു എക്സാമ്പിൾ ആണ്, ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഗ്രാഫ് അസ്യൂം ചെയ്യാം. ഞാനൊരു അടുത്തൊരു എക്സാമ്പിൾ പറയാണ്. ഇത് V5 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഇത് V3 V4 V5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക, G1 യൂണിയൻ G2, ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക, നമുക്കറിയാം, ഇതിലുള്ള ഈ V1 നിന്നും V2 V3യിലേക്ക് സെയിം തന്നെ വരും അല്ലേ. അതായത് ഇവിടെ നിന്നും V1ൽ നിന്നും V3യിലേക്ക്, അതുപോലെ തന്നെ V2ൽ നിന്നും V3യിലേക്ക് അല്ലേ ഉണ്ടാവും. പിന്നെ അതാണ് ഇതിലുള്ളത്, V1ൽ നിന്നും V2യിലേക്കും കൂടി ഉണ്ട് G1ൽ, അപ്പൊ അതുകൂടി ഉൾപ്പെടും അല്ലേ. അപ്പം പിന്നെ ഏതുണ്ടാവും, ഈ കുഞ്ഞാപ്പും ഇവിടെ വരച്ചു കഴിഞ്ഞ ഇതില് പിന്നെ ഉണ്ടാവുക ഈ കുഞ്ഞാപ്പാണ്, V4ലൊക്കെ ഉള്ളതാണ് V4. പിന്നെന്താണ്, V3യിൽ നിന്നും V5ലേക്ക്, അടുത്തത് എങ്ങനെയാണ് ഉണ്ടാവുക, V4ൽ നിന്നും V5ലേക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ രൂപം ഉണ്ടാവുക. അപ്പൊ ഇത് V1, ഇത് V2, ഇത് V3 അല്ലേ. അതുപോലെ തന്നെ ഇതെന്താണ്, V5, ദിസ് ഈസ് V4. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഇത് G1 യൂണിയൻ G2 ആണ്. അടുത്തൊരു എക്സാമ്പിൾ ആണ് G1 യൂണിയൻ G2ന് G1 യൂണിയൻ G2. അപ്പം ഈ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണഗതി പറയാ. ഇനി വേറൊരു കൺസെപ്റ്റ് ഉള്ളത് G1 G2 G3 GR ഒരു നോട്ടാക്കിയിട്ടുള്ള സംഭവമാണ്. നോട്ടാണ് കേട്ടോ. ഹലോ സർ. ഹലോ, കേൾക്കുന്നുണ്ട്. ഇതില്ലേ G2 ഗ്രാഫില് G2 കേൾക്കുന്നില്ലേ? V1 V3 എന്ന് പറഞ്ഞത് എഡ്ജ് 2 അല്ലെങ്കിൽ വേറെ എഡ്ജ് വരൂലേ ഈ യൂണിയനിലും? അങ്ങനെ ക്ലിയർ ആവുന്നില്ല. V1 V3 എന്നുള്ള G2 എഡ്ജ് ഇല്ലേ, അതെ,
അത് G1ത്തെ എഡ്ജ് ആയിട്ട് സെയിം ആണോ? അതെ, സെയിം ആവും. കാരണം എന്തുകൊണ്ട് E2 E3 അപ്പൊ E2 അത് സെയിം കൊടുത്തില്ലെങ്കിലോ? നെയിം കൊടുത്തിട്ടില്ല എങ്കിലും അതിനെ പറ്റിയിട്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. അൺലേബിൾഡ് ഗ്രാഫാണ്. അൺലേബിൾഡ് ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം അത് തന്നെ സെയിം തന്നെയാണ് എന്നുള്ളത് കിട്ടില്ലേ. V1 നിന്നും V2ക്കുള്ളതിനെയാണല്ലോ നമ്മൾ E2 എന്ന് പറയുന്നത്, അല്ല? ഓക്കെ, കാരണം പേര് കൊടുക്കുകയാണല്ലേ നമ്മൾ. ജസ്റ്റ് V1ൽ നിന്നും V3ക്കുള്ള ഒരു എഡ്ജ് അല്ലേ, അല്ലെ? നമ്മൾ ഇത് സിമ്പിൾ ഗ്രാഫിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. ഇനി വേറൊരു നോട്ട് ഉണ്ട്. എന്താ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ G1 G2 G3 പെയർവൈസ് വെർട്ടെക്സ് ഡിസ്ജോയിന്റ്. അതായത് വെർട്ടെക്സുകൾ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ ഉണ്ട് എങ്കിൽ ആ ഗ്രാഫുകൾ നമ്മൾ അങ്ങനെ തന്നെ, ഇപ്പം ഇതിന്റെ V1 V2 V3, ഇത് V4 V5 V5 V6 V7 V6 ആണ് അല്ലേ? V6 V7 V8 എന്നുള്ള ഈ ഗ്രാഫിനെ സംബന്ധിച്ച് G1 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് തന്നെ കിട്ടുക. കാരണം ഇവിടെ ഒരു വെർട്ടെക്സുകൾ രണ്ടും ഡിസ്റ്റോയിന്റ് ആണ്, അല്ലെ? അപ്പൊ ഈ ഗ്രാഫ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, യൂണിയൻ എടുത്താലും കിട്ടുക. അതിനെ നമ്മൾ സൂചിപ്പിക്കുക G1 യൂണിയൻ G2 രണ്ട് വെർട്ടെക്സുകൾ ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള ആണെങ്കിൽ G1 പ്ലസ് G2 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതിനെയാണ് പെയർവൈസ് വെർട്ടെക്സ് ഡിസ്റ്റോയിന്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. മനസ്സിലാവായി ഉണ്ടോ അത്? പെയർവൈസ് വെർട്ടെക്സ് ഡിസ്റ്റോയിന്റ് ഗ്രാഫ്. ഹലോ, മനസ്സിലാവായി ഉണ്ടോ? ഇല്ല സാർ. G1ഉം G2ഉം രണ്ട് ഗ്രാഫുകൾ ഉണ്ട്. അതിന്റെ വെർട്ടെക്സുകൾ ഡിസ്റ്റോയിന്റ് ആകാൻ ഡിഫറെന്റ് ആവുക. അങ്ങനെയുള്ള വെർട്ടെക്സുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫുകളുടെ യൂണിയനെ നമ്മൾ പറയാ G1 പ്ലസ്, യൂണിയൻ എന്ന് പറയില്ല, G1 പ്ലസ് G2 എന്നാണ് പറയാ. അപ്പം അങ്ങനത്തെ 6 ഗ്രാഫുകൾ ഉണ്ട്, 1 2 3 എക്സെട്ര 6 ഗ്രാഫുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ യൂണിയൻ നമ്മൾ പറയാ G1 പ്ലസ് G2 പ്ലസ് എക്സെട്ര പ്ലസ് GR എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് RG എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, RG എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് ഇതാ സെയിം അങ്ങനെ തന്നെ ആ രണ്ട് G1 പ്ലസ് G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇത് G1 ആണ്, ഇത് G2 ആണ്. പക്ഷെ രണ്ടിന്റെ വെർട്ടെക്സുകൾ എന്താണ്, ഡിസ്റ്റോയിന്റ് ആണ്. കാരണം V1 V2 V3, ഇവിടെ V4 V5 V6 V7 V8 ആയിട്ടുള്ള രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളാണ്, വെർട്ടെക്സ് സെറ്റുകളാണ്. അതുകൊണ്ട് ഇത് എന്താണ്, ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ്, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, രണ്ട് ഗ്രാഫുകളുടെ ഡിസ്കണക്റ്റഡ് ജോയിന്റ് ആയിട്ടാണ് നിൽക്കുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെയർവൈസ് ഡിസ്റ്റോയിന്റ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് എന്തായിരിക്കും, G1 പ്ലസ് G2 പ്ലസ് എക്സെട്ര GR എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അപ്പത്തേക്കും ശ്രദ്ധിക്കേണ്ടത്. G1 രണ്ട് എലമെന്റുകളാണ് എങ്കിൽ എപ്പോഴും ഇതൊരു രണ്ട് കമ്പണന്റ് ആയിട്ട്, അല്ലെങ്കിൽ എത്ര കമ്പണന്റ് ആയിട്ടായിരിക്കും ഇത് നിൽക്കുക, 6 കമ്പണന്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അല്ലെങ്കിൽ രണ്ട് കമ്പണന്റ്, അല്ലെ? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് സ്ട്രക്ചർ ആണ് ഇതിന്റെ യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ G1 പ്ലസ് G2 ഉണ്ടാവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt? ഇല്ല. Okay. ഇനി അടുത്തത് ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ്. ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വെർട്ടിസസ്, അല്ലെ? വെർട്ടിസസ് എന്തായിരിക്കുക, ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ സീറോ ആവുക. അതുപോലെ തന്നെ അങ്ങനെയാണ് എങ്കിൽ അങ്ങനത്തെ ഗ്രാഫിന്റെ ഇന്റർസെക്ഷനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണ്, ഒരു ഗ്രാഫ് എടുത്തു.
ഈ ഗ്രാഫ് എടുത്തു. ഇതിന് ഞാൻ പേര് വിളിക്കാം. എന്താ പേര് വിളിക്കാം? ഒരു G1 ഇതാണ് G1, P1, V2, V3, V4, V5. ഓക്കെ. ഇനി ഞാൻ ഇതേ മോഡലിൽ തന്നെ വേറൊരു ഗ്രാഫ് ഉണ്ടാക്കുകയാണ്. ഓക്കെ. ഇത് V1, ഇത് V2, ഇത് V5, ഇത് V3, ഇത് V4. അങ്ങനെയാണ് എങ്കിൽ ഇത് G2 ആണ്. G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ G2 ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എഡ്ജസും വെർട്ടിസസുകളുടെയും വരയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇതാ ഇതിനെ ഞാൻ എടുത്തു G2 ഇന്റർസെക്ഷൻ അല്ലെ, G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നോക്കുക, കോമൺ ആയിട്ട് V1 ഇതിലുണ്ട്, V2 ഇതിലുണ്ട്, V3 എല്ലാത്തും രണ്ടിലും V3, V4, V4കൾ ഉണ്ട്. ഓക്കെ. അപ്പം അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഗ്രാഫിക്കൽ നോക്കുമ്പോൾ V1, V2 രണ്ടിലും ഉണ്ട്. V1, V2 അഡ്ജസ് ഉണ്ട്. V2, V5 അഡ്ജസ് ഉണ്ട്. ഇതിലുണ്ട്. അപ്പൊ അത് ഇവിടെ വരും. V2, V3 ഇതിലുണ്ട്. പക്ഷെ എന്ത് വരുന്നില്ല? V2, V4 എന്ന് പറയുന്ന എഡ്ജ് ഇതിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? ഈ G1-ലില്ല. സോ അതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കളയണം. ഇനി V3, V4 എന്ന് പറയുന്ന എഡ്ജ് രണ്ടാമത്തെ G2-ലില്ല. അതുപോലെ തന്നെ V5, V4 എന്ന് പറയുന്ന എഡ്ജ് എന്തിലില്ല? രണ്ടാമത്തെ ഗ്രാഫിലില്ല. സോ നമ്മളുടെ റിസൾട്ടന്റ് ഗ്രാഫ് ഉണ്ടാവുക ഈ രീതിയിലാണ്. G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്ന ഗ്രാഫ് ഈ മോഡലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും? എല്ലാരും ഉറങ്ങിയാ? ഇല്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ജോയിൻ ഓഫ് ടു ഗ്രാഫ്സ്. ജോയിൻ ചെയ്യുന്ന ഗ്രാഫിന്റെ ജോയിൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് രണ്ട് ഗ്രാഫുകൾ ഉണ്ട്, G1, G2 എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ഗ്രാഫ്. വെരി ഇമ്പോർട്ടന്റ്. വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ഗ്രാഫ് ാണ് ജോയിൻ ഡിഫൈൻ ചെയ്യുക. G1 ജോയിൻ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇത് ജോയിൻ എന്നാണ് ഇതിനെ പറയാ. ഇത് തല തിരിച്ചിട്ടാൽ അതിനെ പറയുന്ന പേര് നമ്മൾ എന്തായിരുന്നു? മീറ്റ് അല്ലെ. അപ്പൊ G1 ജോയിൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ G1-ന്റെ അതായത് G1-ലുള്ള എല്ലാ എലമെന്റും അല്ലെങ്കിൽ G1-ൽ ഒരു വെർട്ടെക്സ് അഡ്ജസന്റ് ആയിരിക്കണം G2-ലെ എല്ലാ വെർട്ടെക്സിനും. അതിനെയാണ് നമ്മൾ G1 ജോയിൻ G2 എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് G1 എടുക്കുക. G1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് ഞാൻ. ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കും. ഓക്കെ. ഇതിന് വെർട്ടെക്സിന് പേര് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ പ്രശ്നം V1, V2, V3 ഇത് വേണ്ട. V3, V2, V3. ഓക്കെ. ഇനി അടുത്തൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. അടുത്തൊരു ഗ്രാഫും വരച്ചു. ഇനിയിപ്പം V4 ഞാൻ കാരണം V4 എന്നാല് നമുക്ക് സുഖമാണ്, പെട്ടെന്ന് V5, V6 അല്ലെങ്കിൽ U1, U2, U3 കൊടുത്താലും മതി കേട്ടോ. U1 നമ്മളുടെ ഇഷ്ടമാണ്, U2,
U3. ഓക്കെ, ഇത് രണ്ട് ഗ്രാഫുകൾ, ഇത് G2 ആണ്, ഇത് G1 ആണ്. ഇത് രണ്ടും ഡിസ്റ്റോയിന്റ് ഗ്രാഫുകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം G1 G1 യൂണിയൻ ജോയിൻ അല്ലെ, G1 ജോയിൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ V1 V2 V3 അല്ലെ, അതായത് ഇതാ V1 V2 V3 അല്ലെങ്കിൽ ഈ ഗ്രാഫ് തന്നെ, ഇത് തന്നെ മൊത്തത്തിൽ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. ഗ്രാഫ് മൊത്തം കണ്ടു കോപ്പി ചെയ്തു Ctrl+C. ഇതിന്റെ ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെർട്ടെക്സിൽ നിന്നും മറ്റേ G2-ലെ എല്ലാ വെർട്ടെക്സും അഡ്ജസന്റ് ആവുക എന്നാണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഗ്രാഫ് ഉണ്ടാവും, പിന്നെ അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഗ്രാഫ് ഉണ്ടാവും. ഇവിടെ ഞാനൊരു ഇത് വിട്ടുപോയിട്ടുണ്ട്, വെർട്ടെക്സ്. ഇവിടെ ഒരു U4 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ടാവും, എന്നാലേ ഇത് റെഡിയാവും. U4. ഓക്കെ, ഇനി ഇവിടുന്ന് അപ്പൊ എല്ലാ അഡ്ജസന്റ് ആയിരിക്കും. U4 അഡ്ജസന്റ് ആണ്, അതുപോലെ തന്നെ U3 അഡ്ജസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ V3 ൽ നിന്നും ഇത് U1 അഡ്ജസന്റ് ആയിരിക്കും, U4 അഡ്ജസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ U3 അഡ്ജസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ U2 അഡ്ജസന്റ് ആയിരിക്കും. സെയിം വേ ഇതേ മോഡലിൽ തന്നെ U1 അഡ്ജസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ V2 U4 അഡ്ജസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ V2 U2 അഡ്ജസന്റ് ആയിരിക്കും. സെയിം വേ തന്നെ U2 V3 അഡ്ജസന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഏകദേശ മോഡൽ ഉണ്ടാവുക. ഇത് മനസ്സിലായോ അല്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ആരും ഒന്നും പറയില്ല. ആരും ഒന്നും പറയില്ലല്ലോ. എന്താണ്? അല്ലെ എല്ലാരും പോയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, അതുകൊണ്ടാ പേടിച്ചുപോയി. കാരണം ഒന്നെങ്കിൽ നെറ്റ് കണക്ഷൻ വിട്ടുപോയോ എന്നുള്ളതാണ്. അതേമാതിരി തന്നെ സെയിം വേല തന്നെ നമുക്ക് അടുത്തൊരു ഗ്രാഫ് എടുത്തു. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ ഗ്രാഫ് എടുത്തു. അടുത്ത G1 ഇത് V1 V2, അതുപോലെ തന്നെ G2 എന്ന് പറയുന്നുണ്ടെങ്കിൽ U1 U3 U2. അങ്ങനെ ആണെങ്കിൽ ഇതും ഈ ഗ്രാഫും സെയിം വേയിൽ തന്നെ, അതായത് G1 G2-ലുള്ള എല്ലാ വെർട്ടെക്സിനും അഡ്ജസന്റ് ആവുക എന്നുള്ളതാണ്. എല്ലാ വെർട്ടെക്സിനും അഡ്ജസന്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം എക്സാമ്പിൾ V1 U1 അഡ്ജസന്റ് ആയിരിക്കും, V1 U3 അഡ്ജസന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ V2 അതുപോലെ തന്നെ സെയിം വാല്യൂ തന്നെ V1 U2 അഡ്ജസന്റ് ആയിരിക്കും. സെയിം വാല്യൂ തന്നെ V2 U1 അഡ്ജസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ആർക്ക് അഡ്ജസന്റ് ആയിരിക്കും? U3 അഡ്ജസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആർക്കും U2 അഡ്ജസന്റ് ആയിരിക്കും. ഈ മോഡലാണ് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഈ കുഞ്ഞാപ്പ് ഉണ്ടാകും. ഓക്കെ, G1 ജോയിൻ G2 എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടാവും. ഇനി അടുത്തത് ഒരു വേറൊരു എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. നോട്ടാക്കിയാണ് അത്, നമുക്ക് നോട്ടാക്കി എഴുതാവുന്നതാണ്. ഗ്രാഫ് G1 G2 നമ്മൾ പറയാ വീൽ എന്ന് പറയും. എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് G1 ഈക്വൽ ടു K1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരൊറ്റ പോയിന്റിനെയാണ് നമ്മൾ K1 എന്ന് പറയാം. അതുപോലെ തന്നെ G2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ വിത്ത് ലെങ്ത് N അല്ലെ, എഡ്ജസ് N ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ G1 മീറ്റ് അല്ലെങ്കിൽ G1 ജോയിൻ G2-നെ നമ്മൾ പറയുന്ന പേരാണ് വീൽ എന്ന് പറയും. വീലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക WN ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം,
CNലെ എലമെന്റ് വെച്ചിട്ടാണ് WN എന്ന് പറയുക. പക്ഷെ അതിൽ WN പ്ലസ് വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ K1 എടുത്തു. K1 ഏതാണ്? ഈ കുഞ്ഞാപ്പാണ് K1. ഇനി ഒരു സൈക്കിൾ എടുത്തു, C4 എടുത്തു, അല്ലെങ്കിൽ C5 എടുത്തു. C5 എടുത്തിട്ടുണ്ട് എങ്കിൽ എന്താ വരിക? C5 എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ വരും. ഇതാ എക്സാമ്പിൾ ഏകദേശമായിട്ട് ഞാൻ വരയ്ക്കണം. 1 2 3 4 5. അതിലേക്ക് വരക്കുന്ന മാപ്പ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇതാ ഇവിടെ നിന്നും ഇങ്ങോട്ട് അല്ലേ, ഇവിടെ നിന്നും ഇങ്ങോട്ട്, ഇവിടെ നിന്നും ഇങ്ങോട്ട്, ഇവിടെ നിന്നും ഇങ്ങോട്ട്. ഇതാണ് C5. ഇനി C5 G1 K1 യൂണിയൻ C5 എന്ന് അല്ല, K1 ജോയിൻ അല്ലേ, K1 ജോയിൻ C5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് V. വിയിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് K1 adjacent to all vertex, അതായത് ഇത് അല്ലേ. ഞാൻ ഇതിന് പേര് കൊടുത്തിട്ടില്ല. ഇതിന് V1 V2 V3 V4 V5, ഇതിന് U1 കൊടുത്തു. എന്നാ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, U2ൽ നിന്നും ഇങ്ങനെ ഇങ്ങോട്ട് V5ൽ നിന്നും സെയിം അഡ്ജസ്റ്റന്റ് ആണ്. K1 മാത്രമായതുകൊണ്ട് ഇതൊരു വീൽ മാതിരിയാണ് ഉണ്ടാവുക. ഇത് U6 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എത്ര എലിമെന്റ്, പക്ഷെ ഇതിനെ നമ്മൾ എന്ത് പറയും? W5 ആണിത്. വീൽ 5 W5 ആണ്. പക്ഷെ W5ൽ എത്ര വെർട്ടെക്സ് ഉണ്ടായിരിക്കും? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, 6 വെർട്ടെക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? റിസ്വാനെ എന്തോ ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഇല്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ചന്ദന ഉണ്ടെങ്കിൽ ചന്ദന, അല്ലെങ്കിൽ വേറെ ആരാ? ഹർഷ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്, ഇതിനെയാണ് അതായത് G1 അതായത് G1 മീറ്റ് G2 എന്ന് പറയുന്നതിന് വേറൊരു എക്സാമ്പിൾ ആണ് ആര്? വീല്. വീല് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വീൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെർട്ടെക്സുകളുടെ എണ്ണം അല്ലെങ്കിൽ N എന്ന് പറയുന്നത് ഓർഡർ ശ്രദ്ധിക്കണം. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 എഴുതി വെക്കരുത്, 6 ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതായത് 5+1. ഓക്കെ, അതായത് വീൽ Nൽ ഉണ്ടാവുക N+1 വെർട്ടെക്സുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഓർത്തോക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നോട്ടാണ്. ഈ നോട്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോട്ട് അതായത് KM. ഇതെന്താണ്? KMN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് അല്ലേ? കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണ് KMN. KMN നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഏത് രീതിയിൽ? രണ്ട് കംപ്ലീറ്റിന്റെ കോംപ്ലിമെന്റ് ആക്കിയിട്ട് ജോയിൻ ആക്കി എഴുതാൻ പറ്റും. അതായത് KM കോംപ്ലിമെന്റ് ജോയിൻ KN കോംപ്ലിമെന്റ്. അതുപോലെ തന്നെ അടുത്തുള്ളത് ജോയിൻ ആക്കി എഴുതാൻ പറ്റും KN കംപ്ലീറ്റ് ഗ്രാഫിനെ നമുക്ക് ജോയിൻ ആക്കി എഴുതാൻ പറ്റും K1 വിത്ത് KN-1. അത് പോട്ടെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പ് ഇതാണ്. ഇതെങ്ങനെ നമുക്ക് കിട്ടും? ഇപ്പൊ KM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ K23 നമുക്ക് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ K32 നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഈ രീതിയിൽ എന്ന് വിചാരിക്കാം. ഇത് നോട്ടാണ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. K32 നമുക്ക് എങ്ങനെ എഴുതും? അതായത് നമുക്ക് പറയേണ്ടത് എന്താണ്? K32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതായത് നമുക്ക് വെർട്ടെക്സുകളിലെ ഇവിടെ 3 വെർട്ടെക്സുകൾ ഉണ്ടാവും. ഈ 3 വെർട്ടെക്സുകളും ഇവിടെയുള്ള 2 വെർട്ടെക്സുകളും തമ്മിൽ ഇവിടെ ഇതിന് അഡ്ജസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ ഇതിനും അഡ്ജസ്റ്റന്റ് ആയിരിക്കും അല്ലെ? 2 ബൈപാർട്ടീഷൻഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ? ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള ബൈപാർട്ടീഷൻ വെർട്ടെക്സുകളുടെ സെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ K32 എന്ന് പറയുന്നത്. ഒന്നിൽ 3 വെർട്ടെക്സും മറ്റൊന്നിൽ 2 വെർട്ടെക്സും ഉണ്ടാകുന്ന ഈ കുഞ്ഞാപ്പുവിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. ഇപ്പൊ K3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? K3 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? K3 ഈക്വൽ ടു എന്താണ്? 3 വെർട്ടെക്സ് ഉള്ള കുഞ്ഞാപ്പ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതാണ് K3. ഇതാണ് ഏകദേശം K3 എന്ന് പറയുന്നത് വിചാരിക്കും അല്ലെ? ഇത് K3 ആണ്.
അപ്പൊ K3 ആണ് ഇത്. ഇനി K2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? K3യുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 3 വെർട്ടെക്സുകൾ അങ്ങ് എഡ്ജുകൾ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇതാ ഈ 3 പുള്ളിക്കുത്ത്. അപ്പം ഈ 3 പുള്ളിക്കുത്ത് അല്ലേ? അതുപോലെ തന്നെ K2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വെർട്ടെക്സ് അങ്ങ് ഒഴിവാക്കിയ 2 പുള്ളിക്കുത്ത്. അവ ഇനി ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ K3യുടെ കോംപ്ലിമെന്റ്, അതായത് ഇതിന്റെ ഈ കുഞ്ഞാപ്പുവിന്റെയും ജോയിൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ എലിമെന്റും അഡ്ജസന്റ് ആയിരിക്കും. ഏതിന്? K2യിലുള്ള എല്ലാ കോംപ്ലിമെന്റിലുള്ള എല്ലാ എലിമെന്റും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെയിം മെത്തേഡ് തന്നെ കിട്ടും. കോംപ്ലിമെന്റ്, അതായത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് കിട്ടിയോ ഇല്ലേ? നമുക്ക് എന്ത് കിട്ടും? ബൈപാർട്ടേറ്റ് ഗ്രാഫ് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് K3 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വെർട്ടിസസ് ആണ്. K2 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വെർട്ടെക്സ് ആണ്. ഇനി ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K2യിൽ നിന്നും K3യിൽ നിന്നും അഡ്ജസന്റ് ടു ഓൾ വെർട്ടിസ് ഓഫ് K2. അതായത് ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അതാരാണ് നോക്കുക? ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരാണ്? ബൈ പാർട്ടീഷൻ ഗ്രാഫ് ആണ് കിട്ടുന്നത്. K3 ആണ് കിട്ടുന്നത്. സെയിം വേയിൽ തന്നെ ഇതും സെയിം വേ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഇപ്പൊ K1 1 ആണ്. ഞാൻ K3 ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. K2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഈ കുഞ്ഞാപ്പാണ് K2. അങ്ങനെയാണെങ്കിൽ K1ൽ നിന്നും K2യിലേക്കുള്ള ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K1 എല്ലോ അഡ്ജസന്റ് ടു K2യിലുള്ള വെർട്ടെക്സ്. അപ്പൊ നമുക്ക് ദാറ്റ് ഈസ് K3 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ K4 സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടും. K4 ആണെങ്കിൽ K3 ഉണ്ട്, K1 ഉണ്ട്. ഇതിന്റെ ജോയിൻ എടുത്താൽ ഇത് ഇതിന് അഡ്ജസന്റ് ആണ്, ഇത് ഇതിന് അഡ്ജസന്റ് ആണ്. ഈ കുഞ്ഞാപ്പു ആർക്കും അഡ്ജസന്റ് ആവണം, മൂന്നാമത്തെ ആർക്കും അഡ്ജസന്റ് ആവണം. സോ നമുക്ക് കിട്ടി. ആരെ കിട്ടിക്കഴിഞ്ഞു? K1 ജോയിൻ K3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K4 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് 6 കൺസെപ്റ്റ്സുകളാണ്. നോട്ടാണ്. ഒന്ന്, N of G1 യൂണിയൻ G2. സാധാരണഗതിയിൽ ഇത് ക്വസ്റ്റ്യന് വരാറില്ല, എന്നാലും ഇത് ഓർമ്മയിൽ ഉണ്ടാവണം, നിർബന്ധമാണ്. കാരണം അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിയാം ഈ കൺസെപ്റ്റ്സ് യൂണിയൻ സെറ്റ് തിയറിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതേ കൺസെപ്റ്റ്സ് തന്നെയാണ് വരുന്നത്. G1 യൂണിയൻ N of G1 യൂണിയൻ വെർട്ടെക്സിന്റെ നമ്പർ. അപ്പൊ N of G1 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N of G1 പ്ലസ് N of G2 മൈനസ് N of G1 ഇന്റർസെക്ഷൻ G2. ഇനി N of G1 പ്ലസ് G2, ദാറ്റ് മീൻസ് G1 പ്ലസ് G2 എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? N of G1 പ്ലസ് N of G2 ആണ്. ഇനി ജോയിൻ ആണെങ്കിൽ രണ്ടിന്റെയും വെർട്ടെക്സിന്റെ സം തന്നെ അല്ലെ കാരണം ജോയിൻ ആണെങ്കിൽ വെർട്ടെക്സുകൾ മാറുന്നില്ല, എഡ്ജസുകൾ കൂടും. ഓക്കെ. അതായത് N of G1 ജോയിൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N of G1 പ്ലസ് N of G2. ഇനിയുള്ളത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. M of G1 ഇന്റർസെക്ഷൻ G2 യൂണിയൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M of G1 പ്ലസ് M of G2 മൈനസ് M of G1 ഇന്റർസെക്ഷൻ G2. അതുപോലെ തന്നെ M of G1 പ്ലസ് G2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഡിസ്ജോയിന്റ് ആണ്, അതുകൊണ്ട് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ തന്നെയാണ് M of G1 പ്ലസ് M of G2 ആണ്. പക്ഷെ ജോയിനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ G1ന്റെയും G2ന്റെയും എഡ്ജസും ഉണ്ടായിരിക്കും. അതിന്റെ പുറമെ G1ൽ നിന്നും എത്ര വെർട്ടെക്സ് ഉണ്ടോ അതിൽ നിന്നൊക്കെ ഏർക്ക് പോകും, G2ലേക്കുള്ള വെർട്ടെക്സിൽക്കൊക്കെ ഓരോരോ ജോയിനും പോകുന്നുണ്ട്. അപ്പൊ M of G1 ജോയിൻ G2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, വെർട്ടെക്സ് അല്ല, എഡ്ജ് അല്ലെ. അപ്പം എഡ്ജുകളുടെ എണ്ണാണ്. അപ്പൊ M of G1ന്റെ എഡ്ജുകൾ ഉണ്ടായിരിക്കും, അത് G2ന്റെ എഡ്ജുകൾ. അപ്പൊ M of G2 അത് മാത്രമല്ല ഉണ്ടാവാം. പിന്നെ ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? G1ലെ എല്ലാ വെർട്ടെക്സും എഡ്ജ് പോകും എങ്ങോട്ട്? G2ലെ എല്ലാ വെർട്ടെക്സുകൾക്കും. ദാറ്റ് ഈസ് N of G1 ഇൻറ്റു N of G2 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുകൂടി കൂടി ചേർന്നതാണ് ടോട്ടൽ വെർട്ടെക്സുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതോടുകൂടി ഞാൻ ക്ലാസ് നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സർ. ഉണ്ടോ? ഇല്ല. ഓക്കെ.
പിന്നെ വേറെ എന്തെങ്കിലും ആരൊക്കെ ഇല്ലാത്ത ഇതിലും